ഓം ശ്രീ സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം, എല്ലാവർക്കും നാദ് അസ്ട്രോളജിയിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ പേര് ഹരീഷ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നെക്സ്റ്റ് ഒരു 1 ഇയർ, ഒരു 2025 2026, ഒരു 10 മുതൽ 12 മാസം വരെ നിങ്ങളുടെ പീരീഡ് എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് ആ വർഷം, ഒരു വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സമയം വളരെയധികം നല്ലതാണെങ്കിൽ അത് എങ്ങനെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും. അതേസമയം നിങ്ങൾക്ക് ചെറിയ ഒരു മോശം സമയമാണെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് ചലഞ്ചസ് ഓവർകം ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രകാരം ആക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം കൃത്യമായി നോക്കാൻ പോകുന്നത്. ഈ അനാലിസിസ് ഞാൻ തരുന്നത് ക്ലിയർ ഇൻസൈറ്റ്സ് എല്ലാ രാശിക്കാർക്കും, ഓരോരോ രാശിക്കാർക്കും വിദ്യാഭ്യാസം, നിങ്ങളുടെ തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ആരോഗ്യം, വിവാഹം, കുട്ടികൾ, ഇത് എല്ലാം വെച്ചിട്ട് കൃത്യമായ ഒരു അനാലിസിസ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതെന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പീരീഡ് വളരെയധികം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ലക്ഷ്യം. പക്ഷേ എന്താണ് ഈ വർഷത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അതുകൂടെ നമ്മൾ നോക്കണമല്ലോ. ഈ വർഷം 4 ഗ്രഹങ്ങൾ, അതായത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള 4 ഗ്രഹങ്ങളാണ് സ്ഥാനമാറ്റം സംഭവിക്കുന്നത്. നമ്മുടെ 9 ഗ്രഹങ്ങൾ എടുക്കാം. 9 ഗ്രഹങ്ങളിൽ 4 ഗ്രഹങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത് ഗുരു അല്ലെങ്കിൽ വ്യാഴം, ശനി, പിന്നെ രാഹു, കേതു. ഈ 4 നക്ഷത്രങ്ങളാണ്, 4 ഗ്രഹങ്ങളാണ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു വർഷത്തിലൊരിക്കൽ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് പോകും. അതായത് നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഗുരു ഇരിക്കുന്ന ഒരു നക്ഷത്രക്കൂട്ടമുണ്ട്, ഒരു രാശി. ആ രാശിയിൽ നിന്ന് ചലിച്ച് വേറൊരു രാശിയിലേക്ക് പോകും. അതേപോലെ തന്നെ ശനി 2.5 വർഷത്തിലൊരിക്കൽ, രാഹു കേതു 18 മാസത്തിലൊരിക്കൽ. ഇങ്ങനെയാണ് അവരുടെ സ്ഥാനമാറ്റ സമയം. അപ്രോക്സിമേറ്റ്ലിയാണ്. ചില 17.5 ആയിരിക്കാം, 18.5 ആയിരിക്കാം രാഹു കേതുവിന്. അപ്പോൾ അപ്രോക്സിമേറ്റ് സമയമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സൂര്യനെ വലം വെച്ച് വരാൻ ഗുരു 12 രാശികൾ, അതായത് 12 രാശികളുണ്ടല്ലോ, ഓരോ രാശിയിലും ഓരോ വർഷമാണെങ്കിൽ 12 രാശിയിൽ ചുറ്റി വരാൻ 12 വർഷം എടുക്കും, അല്ലേ? അപ്പോൾ വ്യാഴം 12 വർഷത്തിലൊരിക്കലാണ് സൂര്യനെ ചുറ്റി വരുന്നത്. വ്യാഴവട്ടം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ ശനി നോക്കിക്കഴിഞ്ഞാൽ 30 വർഷം എടുക്കും. ഈ 2.5 വർഷം വെച്ചിട്ട് ഒരു രാശിയിൽ 30 വർഷം, 12 രാശിയിൽ. ഇപ്പോൾ അതേപോലെ രാഹു കേതു 1.5 വർഷം വെച്ചിട്ട് ഓരോ രാശിയിൽ നടക്കുമ്പോൾ 18 വർഷത്തിലൊരിക്കൽ രാഹു കേതു സൂര്യനെ വലം വെച്ച് വരും എന്നാണ് സങ്കല്പം, അല്ലേ? അപ്പോൾ ഈ ഓരോ രാശിക്കാർക്കും ഈ സ്ഥാനമാറ്റം, അതായത് ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ ശനി മാർച്ച് 29-ാം തീയതി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് സ്ഥാനമാറ്റമായി കഴിഞ്ഞു. നമ്മുടെ ഈ വ്യാഴം വളരെയധികം നന്മ കൊണ്ടുവരുന്ന വ്യാഴം 15 മെയ് എന്ന തീയതിക്ക് ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശിമാറ്റം സംഭവിക്കാൻ പോവുകയാണ്. രാഹു കേതു കുറച്ച് പ്രത്യേകതയുണ്ട്. അവർ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടേ മൂവ് ഉള്ളൂ. അതായത് ബാക്കി എല്ലാ ഗ്രഹങ്ങളും ചിങ്ങം, കന്നി, തുലാം അല്ലെങ്കിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നും മുന്നോട്ട് പോകുമ്പോൾ കേതുവും രാഹുവും മാത്രം കർക്കിടകം, മിഥുനം എന്ന രീതിയിൽ പുറകിലോട്ടായിരിക്കും സഞ്ചരിക്കുക. അപ്പോൾ രാഹു 19-ാം തീയതി മെയ് എന്ന തീയതിയിൽ മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും, കേതു അതേ ദിവസം തന്നെ കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും സ്ഥാനമാറ്റം സംഭവിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാനമാറ്റം സംഭവിക്കുമ്പോൾ ഓരോ രാശിക്കാർക്കും അതിൻ്റെ ഫലങ്ങൾ എന്താണ് കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ. ഒരു 5-6 ഏരിയ എടുത്തിട്ട് അതെല്ലാവർക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളുടെ പക്കൽ എത്തിച്ചേരുകയുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സക്സസ്സിനും അതുപോലെ നിങ്ങളുടെ വളരെയധികം കൂടുതൽ വീഡിയോ ചെയ്യാനും പ്രചോദനമാവുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓരോ രാശിക്കാരുടെയും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
മേടം രാശി. മേടം രാശി എന്ന് പറയുമ്പോൾ അതിൽ 3 നക്ഷത്രങ്ങളാണുള്ളത്. അശ്വിനി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. അശ്വിനി, ഭരണി പൂർണ്ണമായിട്ടുണ്ട്. നിങ്ങളുടെ ജനന ജാതകം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാർത്തിക നക്ഷത്രമാണെങ്കിൽ ഏത് പാദമാണെന്ന് നോക്കി അതിൻ്റെ കാൽഭാഗമാണ് മേടം രാശിയിൽ നിങ്ങൾക്കുള്ളത്. മേടം രാശിയിൽ ഈ വർഷം കുറച്ച് ചലഞ്ചസ് ഉള്ള വർഷമായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ശനി, നമ്മൾ പറഞ്ഞതുപോലെ ശനി മാർച്ച് 29 കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് മാറിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങളുടെ 11ാം സ്ഥാനത്ത് നിന്ന് 12ാം സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ 7.5 ശനിയുടെ ആരംഭമാണ്. 7.5 ശനി ആരംഭിച്ചു കഴിഞ്ഞു. ഇനി 7.5 വർഷം നിങ്ങൾക്ക് ശനി 12 അതായത് മീനത്തിലൂടെ നിങ്ങളുടെ സ്വന്തം രാശിയായ മേടം, അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത രാശിയായ 2ാമത്തെ രാശിയായ ഇടവത്തിലൂടെയും സഞ്ചരിച്ച് 7.5 വർഷം നിങ്ങൾക്ക് 7.5 ശനി എന്ന് പറയുന്ന പീരീഡ് ആയിരിക്കും. ഈ 7.5 ശനി എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൽ മാക്സിമം 3 മുതൽ 4 പ്രാവശ്യം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇത് ആദ്യമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ 7.5 ശനിയാണെങ്കിൽ നിങ്ങൾ യൂഷ്വലി ഒരു വിദ്യാർത്ഥി ആയിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ പഠിത്തം നിങ്ങൾ പൂർണ്ണമായി ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ മുന്നിൽ പലതരം ഓപ്ഷനുകൾ വരുന്നതാണ്. കൃത്യമായ ആലോചന എടുത്ത് പേരൻസിനോട് ഗൈഡൻസ് എടുത്ത് ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസ് എടുത്തിട്ട് കൃത്യമായി ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കൃത്യമായി നോക്കുക. അതേപോലെ തന്നെ 2ാമത്തെ ശനിയോ 3ാമത്തെ ശനിയോ ഒക്കെ ആണെങ്കിൽ, 2ാമത്തെ ശനിയാണെങ്കിൽ നിങ്ങൾ ഉദ്യോഗാർത്ഥികളായിരിക്കും, അല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കും. ആ സമയത്ത് കൃത്യമായി നിങ്ങളുടെ ഉദ്യോഗത്തിൽ, അതായത് നിങ്ങളുടെ ഓഫീസിൽ എന്താണ് കൃത്യമായി സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ വാക്ക് മൂലം, അതായത് ശനിയുടെ ദൃഷ്ടി 2ലേക്ക് പതിയുകയാണ്. വാക്ക് മൂലം തർക്കങ്ങളിലേക്ക് വരികയോ ആർഗ്യുമെന്റ്സിലേക്ക് പോവുകയോ ചെയ്യാതിരിക്കാൻ കൃത്യമായി ശ്രദ്ധിക്കുക. നിങ്ങളുടെ മേലുദ്യോഗസ്ഥനായിട്ടുള്ള തർക്കം അല്ലെങ്കിൽ പിയേഴ്സ് ആയിട്ടുള്ള തർക്കം, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള രീതിയിൽ നിന്ന് കൃത്യമായി നിങ്ങൾ താഴോട്ട് വരേണ്ടതാണ്. അങ്ങനെ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ദോഷകരമായി ഭവിക്കുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ശനിയുടെ ദൃഷ്ടി 9ാമത്തെ രാശിയിലും നിങ്ങളുടെ 9ാമത്തെ രാശിയിലും 6ാമത്തെ രാശിയിലും വീഴുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യം കൃത്യമായി ശ്രദ്ധിക്കുക. ആരോഗ്യം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ആനുവൽ ചെക്കപ്പ് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ ബോൺസ്, ലിവർ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പാർട്സ്. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. നിങ്ങളിപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് 3ാമത്തെ 7.5 ശനിയാണ് നോക്കുന്നതെങ്കിലും ആ സമയത്തും കൃത്യമായ ആരോഗ്യം, നിങ്ങൾക്കൊരു മന്ദത അനുഭവപ്പെടാം. എക്സസൈസ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾ നടത്തം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നോക്കുക. അതേസമയം 4ാമത്തെ 7.5 ശനിയാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം ആരോഗ്യത്തിൻ്റെ ഇതിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഗുരു, ഞാൻ പറഞ്ഞല്ലോ ഗുരുവിൻ്റെ സ്ഥാനമാറ്റം കൂടെ സംഭവിക്കുകയാണ്. ഗുരു സ്ഥാനമാറ്റം സംഭവിക്കുമ്പോൾ ഗുരു ദൃഷ്ടി നിങ്ങൾക്ക് 6ൽ നിന്ന് 7ലേക്ക് മാറും. അത് കാരണം ആരോഗ്യം വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ചലഞ്ചസ് ഉള്ള സമയമാണെന്ന് പറഞ്ഞല്ലോ. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ സ്ഥാനമാറ്റവും അവിടെ സംഭവിക്കുകയാണ്. ഗുരു നിങ്ങളുടെ 2ാമത്തെ രാശിയിൽ നിന്ന് 3ാമത്തെ രാശിയിലേക്ക് മാറുകയാണ് അല്ലെ. നിങ്ങളുടെ ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക്, 2ാമത്തെ രാശിയായ ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറാൻ പോവുകയാണ് മെയ് 15-ാം തീയതി. ആ സമയം ഗുരുവിൻ്റെ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ മറവ്, അതായത് മറഞ്ഞു പോകാനുള്ള സ്ഥാനമാണിത്. 3 എന്ന് പറയുമ്പോൾ മറഞ്ഞുള്ള സ്ഥാനമാണ്. അപ്പോൾ ഗുരുവിൻ്റെ ബലം വളരെയധികം കുറയുന്ന ഒരു പീരീഡാണ് നെക്സ്റ്റ് 1 ഇയർ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജൂൺ 2026 വരെ വളരെയധികം നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഒരു കാര്യം തീർച്ചയായും വെക്കാം, ഗുരുവിൻ്റെ ദൃഷ്ടി വളരെയധികം നല്ല പൊസിഷനിലാണ്. നിങ്ങൾക്ക് 11ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അത് നിങ്ങൾക്ക് ലാഭസ്ഥാനമാണ്. അത് കാരണം നിങ്ങൾക്ക് കുറച്ച് പണം വരവ് നിങ്ങൾക്ക് അതിലുണ്ട്. അതേസമയം രാഹു കേതുവിൻ്റെ മാറ്റവും, രാഹു നിങ്ങളുടെ 11ാമത്തെ രാശിയിലേക്ക് വരികയാണ്. മീനത്തിൽ നിന്ന് കുംഭത്തിലേക്ക്, 12ൽ നിന്ന് 11ലേക്ക് വരികയാണ്. അപ്പോൾ കുറച്ച് ലാഭകരമാണ്. രാഹുവിനെ പോലെ കൊടുക്കുന്നവനില്ല, കേതുവിനെ പോലെ കെടുക്കുന്നവനില്ല എന്ന് പറയുക. അപ്പോൾ രാഹു നിങ്ങളുടെ 11ാം സ്ഥാനത്തേക്കും 11ാം രാശിയിലേക്കും, കേതു 5ാം രാശിയിലേക്കുമാണ് വരുന്നത്. കേതു 5 എന്ന് പറയുമ്പോൾ പൂർവ്വ പുണ്യ സ്ഥാനമാണ്. നിങ്ങളുടെ കുട്ടികളെ കുറിക്കുന്ന സ്ഥാനമാണ്. ആ സമയത്തും നിങ്ങൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ടിരിക്കുക.
മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ 2026 വരെ കുറച്ച് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. കൺഫ്യൂഷനുകൾ ഉണ്ടാകും, നിങ്ങളുടെ മുന്നിൽ വളരെയധികം ഓപ്ഷൻസ് ഉണ്ടാവും, കൺഫ്യൂഷൻ ഉണ്ടാകും. ആ സമയത്ത് നിങ്ങളുടെ ഗുരുക്കന്മാരോടോ നിങ്ങളുടെ വളരെയധികം നല്ല സുഹൃത്തുക്കളോടോ അഭിപ്രായം ചോദിച്ച് നിങ്ങൾ മുന്നോട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പണവരവ് നല്ലതായിരിക്കും. ഓക്കെ, അതാണ് വളരെയധികം നിങ്ങൾ നോക്കേണ്ടത്. ആരോഗ്യം ശ്രദ്ധിക്കുക. ഈ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് നോക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക. അതേസമയം നിങ്ങളുടെ പണം വരവ് കുറച്ച് മെച്ചമായിരിക്കും ഈ കാലഘട്ടത്തിൽ. സൂക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്, തർക്കങ്ങൾ അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ പീരീഡിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ലേണിംഗ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഒന്ന് ഓൾ അമർത്തി വയ്ക്കുക. എന്നെ നിങ്ങൾ പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ എടുക്കണമെന്നെങ്കിൽ താഴെ വാട്സാപ്പ് നമ്പറുണ്ട്. ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ കൺസൾട്ടേഷൻ ഞാൻ തരുന്നതാണ്. നിങ്ങളുടെ ജനന ജാതകം ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ജനന ജാതകത്തിലുള്ള സമയവും പ്ലേസ് ഓഫ് ബർത്തും തന്നു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്ത് പറഞ്ഞു തരുന്നതാണ്. നന്ദി, നമസ്കാരം. ഇടവം രാശി. ഇടവം രാശിയിൽ 3 നക്ഷത്രങ്ങളാണ് ഉള്ളത്. കാർത്തിക 2, 3, 4 പാദങ്ങൾ. 1-ാം പാദം മേടം രാശിയിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് 2, 3, 4 പാദങ്ങൾ കാർത്തികയുടെ ഇടവം രാശിയിലാണ്. രോഹിണി ആകെയുള്ള 4 പാദങ്ങളും എല്ലാ 4 പാദങ്ങളും ഇടവം രാശിയിൽ തന്നെയാണ്. മകേരത്തിൻ്റെ 1, 2 പാദങ്ങൾ ഇടവം രാശിയിൽ വരുന്നതാണ്. അപ്പോൾ 3 നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇടവം രാശിയിൽ 2025-26 എങ്ങനെയായിരിക്കും? ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് വളരെയധികം നല്ല ഒരു സമയമാണ്. ഈ സമയം നിങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസ് വളരെയധികം നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 2.5 വർഷം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് 7ര ശനി ആരംഭമാവും. അതിനു മുമ്പേ ഉള്ള നല്ല കാലം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ശനി 11ാം ഭാവത്തിലേക്ക് വരികയാണ്. നമ്മൾ കണ്ടു, അതായത് ശനിയുടെ മാറ്റം മാർച്ച് 29-ാം തീയതി കഴിഞ്ഞു. ശനി ഇപ്പോൾ മീനം രാശിയിലേക്ക് വരികയാണ്. ശനി മീനം രാശി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 11ാം രാശി, 11ാം ഭാവമാണ്. 11ാം ഭാവം എന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനത്തേക്ക് ഒരു ദോഷഗ്രഹം വരികയാണ്. അതായത് വളരെയധികം ചേഞ്ചസ്, നല്ല ചേഞ്ചസ്, അതായത് നിങ്ങൾക്ക് പണം, ലാഭം, തൊഴിൽ അഭിവൃദ്ധി, കുടുംബ അഭിവൃദ്ധി എല്ലാം വന്നു ചേരുകയാണ് നിങ്ങളുടെ ഈ സമയത്ത്. നിങ്ങളുടെ ഉദ്യോഗത്തിൽ എല്ലാവരും നിങ്ങളുടെ റെസ്പെക്റ്റ് ഇൻക്രീസ് ആവും, നിങ്ങളുടെ മതിപ്പ് ഇൻക്രീസ് ആവും. ഇതൊക്കെ ഈ സമയത്ത് വന്നു ചേരുകയാണ്. അതിൻ്റെ കൂടെ മെയ് മാസം 15-ാം തീയതി ആകുമ്പോൾ ഗുരു അല്ലെങ്കിൽ വ്യാഴം നിങ്ങളുടെ 1-ൽ നിന്ന് 2ാമത്തെ രാശിയിലെ 2ാമത്തെ ഭാവത്തിലേക്ക് മാറുകയാണ്. ഇടവത്തിലായിരുന്നു, നിങ്ങളുടെ സ്വക്ഷേത്രത്തിലായിരുന്നു. അവിടെ നിന്ന് മിഥുനത്തിലേക്ക് മാറുകയാണ് 2ാം ഭാവം. 2ാം ഭാവം എന്ന് പറഞ്ഞാൽ വാക്ക്, കുടുംബം, ധനം. ഈ സ്ഥാനത്തേക്ക് വരികയാണ് ഗുരു. അതായത് ഒരു പുണ്യകാരകൻ ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ പണവരവ്, അതായത് ധനം വലുതാവും. നിങ്ങളുടെ കുടുംബത്തിൽ സംതൃപ്തി വരും. നിങ്ങളുടെ വാക്കുകളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യും. ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമാണ്. അപ്പോൾ 2 നല്ല കാര്യങ്ങൾ, ശനി 11ലേക്കും ഗുരു 2ലേക്കും വന്നു കഴിഞ്ഞു. രാഹു കേതു മെയ് 19-ാം തീയതിയാണ് സ്ഥാനമാറ്റം സംഭവിക്കുന്നത് നമ്മൾ കണ്ടു. രാഹു നിങ്ങളുടെ 10ാം സ്ഥാനത്തേക്ക് വരികയാണ്. 10ാം സ്ഥാനം എന്താണ്? ഉദ്യോഗം. ആ രാഹുവിനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം, രാഹുവിനെ പോലെ കൊടുക്കുന്നവനില്ല. ഉദ്യോഗസ്ഥാനത്തേക്ക് വരികയാണ്. ഉദ്യോഗസ്ഥാനത്തേക്ക് വരുമ്പോൾ ഗുരു, അതായത് 2-ൽ ഗുരു തൻ്റെ ദൃഷ്ടി ആ 10ാം സ്ഥാനത്തേക്ക് വരികയാണ്. ഗുരു ദൃഷ്ടി വരുന്നിടത്ത് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാവും. കേതു 4ാമത്തെ സ്ഥാനത്തേക്ക് വരികയാണ്. ആ സ്ഥാനം മാത്രമാണ് നിങ്ങളൊന്ന് കെയർഫുൾ ആയിരിക്കേണ്ടത്. വീട്, വാഹനം, അമ്മയുടെ ആരോഗ്യം, ഇതൊക്കെയാണ് 4ാം സ്ഥാനം കുറിക്കുന്നത്. ആരോഗ്യം ശ്രദ്ധിക്കുക, അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. വീട്, വാഹനത്തിൽ പോകുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിരിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ
ഉദ്യോഗത്തിൽ അഭിവൃദ്ധി, ധന അഭിവൃദ്ധി, നിങ്ങളുടെ ആരോഗ്യം ബെറ്റർ ആയിരിക്കും. നിങ്ങളുടെ ആരോഗ്യം ശനി മാറുന്നതോടെ, ശനിയുടെ ദൃഷ്ടി മാറുന്നതോടെ ആരോഗ്യം ബെറ്റർ ആവും. നിങ്ങളുടെ ഗുരുദൃഷ്ടി വരികയാണ് എവിടെയൊക്കെ? 6-ലും 10-ലും 8-ലും. അതായത് 6-ൽ ആരോഗ്യം മെച്ചപ്പെടാനുള്ള റീസൺ അവിടെ ഗുരുദൃഷ്ടി വരികയാണ്. ഉദ്യോഗം മെച്ചപ്പെടും. നിങ്ങളുടെ ആയുസ്, അതായത് പാർട്ട്ണർഷിപ്പ്, ആയുസും പാർട്ട്ണർഷിപ്പും എല്ലാം അവിടെ അഭിവൃദ്ധിപ്പെടുകയാണ് ഈ സമയം. ഈ ഒരു വർഷം ഏപ്രിൽ 25 മുതൽ 26 വരെ നിങ്ങൾ വളരെയധികം നല്ല സമയം അനുഭവിക്കാൻ പോവുകയാണ്. എല്ലാം ക്യാപിറ്റലൈസ് ചെയ്യുക. ഉദ്യോഗത്തിൻ്റെ മാറ്റങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന മാറ്റങ്ങൾ എല്ലാം നല്ലതിന് വേണ്ടിയായിരിക്കും. എല്ലാം ആലോചിച്ച് കൈക്കൊള്ളുക. ഈ ഒരു വർഷം നിങ്ങൾ ക്യാപിറ്റലൈസ് കഴിഞ്ഞാൽ അടുത്ത വർഷം ഗുരു 3-ലേക്ക് മറഞ്ഞു പോകും. അതിനു മുമ്പേ എല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് വയ്ക്കുക. ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് സക്സസ് വരുന്നതാണ്. ഈ സമയം കല്യാണം, കുട്ടികളുടെ പഠിത്തം, ഇതൊക്കെ നല്ല രീതിയിൽ വരാൻ നല്ല അധികം സാധ്യതയുണ്ട്. എന്തെങ്കിലും കല്യാണം നോക്കുകയാണെങ്കിൽ ഈ സമയത്ത് കൃത്യമായിട്ട് നോക്കുക. അതും ഇതാണ് നല്ലതിനാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷം നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ മാക്സിമം അഭിവൃദ്ധിപ്പെടാൻ പോവുകയാണ് ഈ സമയത്ത്. ഈ ചാനൽ കൊണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം വരുന്നതാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് കൺസൾട്ടേഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ, ആസ്ട്രോളജി കൺസൾട്ടേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെയുണ്ട്. അത് നിങ്ങൾ ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്താണ് ഡീറ്റെയിൽസ് വേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മിഥുനം രാശി. മിഥുനം രാശിയിൽ 3 നക്ഷത്രങ്ങളാണുള്ളത്. മകയിരം 3-4 പാദങ്ങൾ, തിരുവാതിര എല്ലാ പാദങ്ങളും 1, 2, 3, 4 പാദങ്ങൾ, അതുപോലെ തന്നെ പുണർദം ആദ്യത്തെ 3 പാദങ്ങൾ. ഇത് 3 നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽ വരുന്നത്. പാദങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജനന ജാതകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏത് നക്ഷത്ര പാദമാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കുകയും രാശി ഏതാണെന്ന് കണ്ടുപിടിക്കുകയും. അത് മിഥുന രാശിയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ വീഡിയോ. മിഥുനം രാശിയിൽ ഈ വർഷം നിങ്ങൾക്ക് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഒരുപാട് അവസരങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്ന് ഭവിക്കാൻ പോവുകയാണ്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനി നിങ്ങളുടെ 10ാമത്തെ രാശിയിലേക്ക് വന്നു കഴിഞ്ഞു. നമ്മൾ കണ്ടു 29-ാം തീയതി മാർച്ചിൽ കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് ശനി സ്ഥാനമാറ്റം കഴിഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങളുടെ 10ാമത്തെ സ്ഥാനമാണ്. അപ്പോൾ 10 കുറിക്കുന്നത് തൊഴിൽ, അതേപോലെ തന്നെ ഉദ്യോഗം എന്നിവയൊക്കെയാണ്. അപ്പോൾ തൊഴിൽ, ഉദ്യോഗ സ്ഥാനങ്ങളിലോ അതേപോലെ തന്നെ ശനിയുടെ ദൃഷ്ടി പതിയുന്ന 2, 4 എന്നിവയിലൊക്കെ, അതായത് വീട്, വാഹനം, ഇതൊക്കെ മാറ്റാനുള്ള ഓരോ അവസരങ്ങൾ വന്നു ചേരുകയാണ്. അതേസമയം നിങ്ങൾക്ക് എന്ത് അവസരങ്ങൾ വന്നാലും അത് നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിൻ്റെ കാരണം കഷ്ടപ്പാട് എന്ന് പറയുമ്പോൾ കുറച്ച് അലച്ചിലുണ്ടാവും, കുറച്ച് മനസ്സ്, അതായത് കുറച്ച് ചഞ്ചലപ്പെട്ട് നിൽക്കുന്നുണ്ടാവും. ഗുരു നിങ്ങളുടെ സ്വന്തം രാശിയിൽ തന്നെയാണ്. മിഥുന രാശിയിലേക്ക് ഗുരു വരികയാണ് മെയ് മാസം 15-ാം തീയതി. അതായത് ഗുരു സ്വന്തം രാശിയിൽ വരുമ്പോൾ രാമൻ വനവാസത്തിന് പോയി എന്നാണ് പറയുക. രാമൻ വനവാസത്തിന് പോയി എന്ന് നമ്മുടെ ഈ കാലത്ത് വനവാസമല്ല. അതായത് ഒരു ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോവുക, അലച്ചിൽ. അപ്പോൾ നിങ്ങളുടെ ഉദ്യോഗം മാറ്റങ്ങൾ വരാം. നിങ്ങളുടെ സ്ഥാനം എവിടെയാണോ, വീട്, വാഹനം എന്നിവയ്ക്കൊക്കെ മാറ്റം വരാം. അത് നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഉദ്യോഗം, നിങ്ങൾക്കിപ്പോൾ വിദേശത്തേക്ക് പോകാൻ നിങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഇത് വരുമ്പോൾ കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് പോസിറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നല്ലതാണ്. രാഹുവും കേതുവും നിങ്ങളുടെ 9-ാം സ്ഥാനത്തിലും 3ാമത്തെ ഗ്രഹത്തിലുമാണ് വരുന്നത്. 9 എന്ന് പറയുമ്പോൾ ഭാഗ്യാധിപതിയാണ്, ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യസ്ഥാനത്തിലേക്കാണ് രാഹു വരുന്നത്. രാഹു ഭാഗ്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരികയാണ്. ശനിയും അവസരങ്ങൾ കൊണ്ടുവരും, രാഹുവും അവസരങ്ങൾ കൊണ്ടുവരും, കേതു
മറഞ്ഞു നിൽക്കുകയാണ് മൂന്നാമത്തെ സ്ഥാനമാകുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം നന്മകൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്നേഴ്സുമായിട്ടും അല്ലെങ്കിൽ കുടുംബത്തിൽ കുറച്ച് തർക്കങ്ങൾ, അതുപോലെ തന്നെ വാഗ്വാദങ്ങൾ, ഇത് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഇത് നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ തൊഴിലായാലും നിങ്ങളുടെ വീടായാലും ഇതിലൊക്കെ നല്ല പുരോഗതി വരാൻ നല്ല സാധ്യതയുണ്ട്. ഗുരുവിൻ്റെ ദൃഷ്ടി 5-ലും 9-ലും 7-ലും വരികയാണ്. അതായത് നിങ്ങളുടെ കുട്ടികൾ, ഇതിപ്പോൾ കുട്ടികൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ ഫാമിലി പ്ലാനിങ്ങിലാണ്, ഈ സമയം വളരെ നല്ലതാണ് കുട്ടികൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യാൻ. അതേപോലെ തന്നെ രാഹു ഇരിക്കുന്ന 9-ാം സ്ഥാനത്തേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയും വരികയാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് അതുപോലെ ചഞ്ചലപ്പെട്ട് നിൽക്കുന്നുണ്ടാവും. അത് നിങ്ങൾ മറക്കരുത്. അത് നിങ്ങളുടെ ചെലവായാലും അലച്ചിലായാലും ഇതൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ പോസിറ്റീവായിട്ട് വഴിതിരിച്ചു വിടുക. അതാണ് മിഥുനം രാശിക്ക് ഈ പ്രാവശ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ബെൽ ഐക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ പേഴ്സണലായിട്ട് ജാതകം നോക്കാനാണെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകം, ജനന സമയം, ജനന തീയതിയൊക്കെ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായ ജാതകം അനാലിസിസ് നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരുന്നതാണ്. വളരെയധികം നന്ദി, നമസ്കാരം. കർക്കിടകം രാശിയിലുള്ള നക്ഷത്രങ്ങൾ പുണർദം അവസാനത്തെ 4-ാമത്തെ പാദം, പൂയം ആയില്യം എല്ലാ പാദങ്ങളും കർക്കിടകം രാശിയിൽ തന്നെയാണ്. കർക്കിടകം രാശിക്കാർ ഇപ്പോൾ നിങ്ങൾ വളരെയധികം ഒരു ദീർഘനിശ്വാസം വിടാം. കാരണം നിങ്ങളുടെ അഷ്ടമശനി എന്ന പൊസിഷനിൽ നിന്ന് ശനി 8-ാമത്തെ ഭാവത്തിലായിരുന്നു നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു 2.5 വർഷമായിട്ട് കുംഭത്തിൽ. അത് മാർച്ച് 29-ാം തീയതി മീനത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ 9-ാം സ്ഥാനാധിപതിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 2.5 വർഷം നിങ്ങൾക്ക് ഒരുപാട് കഷ്ടതകൾ ഉണ്ടായിരുന്നിരിക്കാം. ആരോഗ്യപരമായും തൊഴിൽപരമായും നിങ്ങളുടെ കുടുംബജീവിതമായാലും പ്രത്യേകിച്ച് ആരോഗ്യപരമായി നിങ്ങൾക്ക് കഷ്ടതകൾ ഉണ്ടായിരുന്നിരിക്കാം. അത് മാറി ഇപ്പോൾ 9-ാം സ്ഥാനത്തേക്ക് ശനി വരുന്നത് നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജാതകത്തിൽ ശനി നിങ്ങൾക്ക് പോസിറ്റീവ് ആണെങ്കിൽ ഇത് വളരെയധികം നന്മ ചെയ്യുന്ന ഒരു സമയമാണ്. നെക്സ്റ്റ് 2.5 വർഷം ശനി ഉള്ളപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഇത് വരുന്നത് ഗുരു 12-ാമത്തെ രാശിയിലേക്ക് 12-ാം ഭാവത്തിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് 12-ാം ഭാവം എന്ന് പറയുമ്പോൾ വിരയസ്ഥാനമാണ്. വിരയം, പ്രയാണം എന്നാ പറയുക. വിരയം എന്ന് പറഞ്ഞാൽ ചെലവുകൾ, പ്രയാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശം വിട്ട് ദേശത്തിലേക്ക് പോകാനുള്ള സമയം. അപ്പോൾ ഈ വിരയം എന്ന് പറയുമ്പോൾ ഇത് നല്ല ചെലവുകളാണ്. കല്യാണം നടക്കാനുള്ള സമയങ്ങൾ, അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള സമയങ്ങൾ. ഈ സമയത്തിനൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ചെലവുകൾ മാറ്റിയെടുക്കാൻ നിങ്ങൾ സന്നദ്ധരാവണം. അപ്പോൾ 9-ാം ഭാവത്തിലുള്ള ശനി നിങ്ങൾക്ക് കഷ്ടതകൾ മാറി ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൂടെ ഗുരു പക്ഷെ ചെലവുകൾ കൊണ്ടുവരുന്നതാണ്. രാഹു 8-ാം ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ്. അത് കുറച്ച് ക്ലേശതകൾ കൊണ്ടുവരാം. പക്ഷേ അതേസമയം ഗുരുവിൻ്റെ ദൃഷ്ടി 8-ാം ഭാവത്തിൽ വീഴുന്നത് കാരണം അത് ന്യൂട്രലൈസ് ആയി പോവാം. അതേപോലെ തന്നെ കേതു 2-ാമത്തെ രാശിയിലേക്ക് 2-ാം ഭാവത്തിലേക്ക് വരികയാണ്, നിങ്ങളുടെ 2-ാം ഭാവത്തിലേക്ക്. അത് കാരണം കുടുംബത്തിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. വാക്ക് തർക്കങ്ങൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ധനവരവ് ചെലവ് ഒന്ന് കുറച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ലാഭസ്ഥാനത്തായാലും അതേപോലെ തന്നെ ആരോഗ്യസ്ഥാനത്തായാലും ശനിയുടെ ദൃഷ്ടി വീഴുന്നുണ്ടെങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി 6-ാം സ്ഥാനത്തേക്ക് വരുന്നത് കാരണം അതും ന്യൂട്രലൈസ് ചെയ്ത് പോവുകയാണ്. നിങ്ങൾക്ക് പണവരവുണ്ടാവാം. അതേസമയം നിങ്ങളുടെ ചെലവുകളും കൂടും. അതായത് വരുന്നത് അതുപോലെ ചെലവ് ആവാനുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ടാവും. നിങ്ങൾ വീട് മോടി പിടിപ്പിക്കാൻ, അതേപോലെ തന്നെ വാഹനത്തിൻ്റെ മെയിൻ്റനൻസ്, ഇതിലൊക്കെ പണം കുറച്ച് ചെലവഴിയാൻ സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ഈ സമയം മെച്ചപ്പെട്ട സമയമാണ്. കഴിഞ്ഞ ഒരു 2.5 വർഷത്തേക്കാളും മെച്ചപ്പെട്ട സമയമാണ്. അതേസമയം നിങ്ങളുടെ ഓഫീസുകളിൽ നിങ്ങൾ തർക്കങ്ങൾ ഒഴിവാക്കുക എന്നത്
നിങ്ങൾ മുന്നോട്ട് വയ്ക്കേണ്ട കാര്യമാണ്. ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കർക്കിടകം രാശിക്കാർ നെക്സ്റ്റ് ഒരു വർഷം പോസിറ്റീവായിട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് വളരെയധികം നന്മകൾ വന്നു ചേരുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾ എന്ന് അയച്ചു കഴിഞ്ഞാൽ എല്ലാ വീഡിയോകളും നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ജനന തീയതിയും ജനന സമയവും ജനന സ്ഥലവും എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഞാൻ ജാതകം പ്രകാരം കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ കൃത്യമായ മാർഗരേഖ നിങ്ങൾക്ക് തരുന്നതാണ്. വളരെയധികം നന്ദി, നമസ്കാരം. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, മകം, പൂരം, ഉത്രം. മകം, പൂരം എല്ലാ പാദങ്ങളും ചിങ്ങം രാശി തന്നെയാണ്. ഉത്രത്തിന്റെ ആദ്യം ഒരു പാദം ചിങ്ങം രാശിയിലാണ്. ഈ ചിങ്ങം രാശിയിലുള്ളവർ സിംഹഗർജനം പോലെ എന്നാണ് പറയുക. മകം പിറന്ന മംഗകളും പൂരം പിറന്ന പുരുഷന്മാരും ചിങ്ങരാശിയിലുള്ളവരാണ്. പക്ഷേ ചിങ്ങരാശിയിൽ നിങ്ങൾ അടുത്തൊരു വർഷം വളരെയധികം സൂക്ഷിച്ചിരിക്കേണ്ട സമയമാണ്. ശനി നിങ്ങളുടെ 8ാമത്തെ ഭാവത്തിലേക്ക് വരികയാണ്. കുംഭത്തിൽ നിന്ന് മീനം, 7ൽ നിന്ന് 8ലേക്ക് വരികയാണ്. കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് അഷ്ടമശനി. അഷ്ടമശനി എന്ന് പറഞ്ഞാൽ കഷ്ടതകൾ കൊണ്ടുവരുന്ന ശനി എന്നാണ് അർത്ഥം. അഷ്ടമശനി കഷ്ടതകൾ കൊണ്ടുവരും. കഷ്ടതകൾ ഏത് രീതിയിലേക്കാണ് വരിക? കഷ്ടതകൾ നിങ്ങളുടെ ഉദ്യോഗത്തിൽ വരാം, നിങ്ങളുടെ ആരോഗ്യത്തിൽ വരാം, നിങ്ങളുടെ കുടുംബത്തിൽ വരാം, നിങ്ങളുടെ ബന്ധങ്ങളിൽ വരാം, നിങ്ങളുടെ കുട്ടികൾ, അച്ഛൻ, ഈ നിലയിലൊക്കെ കഷ്ടതകൾ വരാനുള്ള സമയമാണ്. നിങ്ങൾ അടുത്ത ഒരു വർഷം മുതൽ 2.5 വർഷം വരെ. ഇതിൻ്റെ കൂടെ തന്നെ അടുത്തൊരു വർഷം ഗുരു നിങ്ങൾക്ക് പക്ഷേ 11ാമത്തെ ഭാവത്തിലേക്ക് വരികയാണ്. അത് വളരെയധികം നല്ലതാവുന്നത് കൊണ്ട് ശനിയുടെ കഷ്ടതകൾ അത് കുറച്ച് കുറഞ്ഞു കിട്ടും. ലാഭസ്ഥാനത്തേക്കാണല്ലോ ഗുരു വരിക 11ാം ഭാവം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങൾക്ക് 7ലും 5ലും വരുന്നത് കാരണം കുറച്ച് കഷ്ടതകൾ, ശനിയുടെ കഷ്ടതകൾ കുറഞ്ഞു കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കാണുന്നു. കേതു നിങ്ങളുടെ 7ാമത്തെ ഭാവത്തിലേക്കും രാഹു 7ാമത്തെ ഭാവത്തിലേക്കും കേതു 1ാമത്തെ ഭാവത്തിലേക്കും നിങ്ങളുടെ തന്നെ രാശിയിലേക്കുമാണ് വരുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. കഷ്ടതകൾ ഉണ്ടെങ്കിലും കുടുംബത്തിൽ സന്തോഷതകൾ ഉണ്ടാവാം. അതേസമയം നിങ്ങൾക്ക് വളരെയധികം ചിന്തകൾ, നിങ്ങൾക്ക് ആധ്യാത്മിക കാര്യങ്ങളിൽ ചിന്തകൾ കൂടാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം മെഡിറ്റേഷൻ, യോഗ ഇതുപോലെയുള്ളത് പരീക്ഷിച്ചാൽ വളരെയധികം നല്ലതായിരിക്കും. നിങ്ങളുടെ ഉദ്യോഗത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വാക്ക് തർക്കങ്ങളിൽ പോയി വീഴാതിരിക്കുക. നിങ്ങളുടെ കുട്ടികളുടെ പഠിത്തം നിങ്ങൾ ശ്രദ്ധിക്കുക. വാക്ക് തർക്കങ്ങൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരായാലും കുടുംബത്തിലുള്ളവരായാലും തർക്കങ്ങൾ അവോയ്ഡ് ചെയ്താൽ ഈ സമയം നിങ്ങൾക്ക് നല്ലതായിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് കാരണം എന്ന് വെച്ചാൽ ഗുരു 11ാം ഭാവത്തിലുണ്ട്. അപ്പോൾ ഈ സമയം ചലഞ്ചിങ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷം വളരെയധികം പോസിറ്റീവായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കാണുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് എല്ലാ രാശിക്കാർക്കും അവരുടേതായ ഫലങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെയധികം ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഓൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് ചേരുന്നതാണ്. അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരുടെ അടുത്തും ഇത് എത്തിച്ചേർക്കാൻ നിങ്ങൾ എനിക്ക് സഹായിക്കണം. നിങ്ങൾ എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ജനന തീയതിയും സമയവും സ്ഥലവും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് ജാതക ഫലങ്ങൾ തരാൻ എനിക്ക് സാധിക്കും. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. വളരെയധികം നന്ദി, നമസ്കാരം. കന്നിരാശി. കന്നിരാശിയിലുള്ള നക്ഷത്രങ്ങൾ ഉത്രം, ഉത്രത്തിന്റെ 2, 3, 4 പാദങ്ങൾ. അത്തം, അത്തത്തിന്റെ എല്ലാ പാദങ്ങളും കന്നിരാശിയിൽ തന്നെയാണ്. ചിത്തിരയുടെ
1, 2 പാദങ്ങൾ. നിങ്ങളുടെ പാദങ്ങൾ, നക്ഷത്രം എന്നിവ അറിയാൻ നിങ്ങളുടെ ജനന ജാതകം കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് രാശി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. കന്നി രാശിക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടമാണ്. ശനി നിങ്ങളുടെ 7ാം ഭാവത്തിലാണ്. 7ാം ഭാവം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ്, നിങ്ങളുടെ ഇത് കളത്ര സ്ഥാനം എന്നാ പറയാം. കളത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ, പാർട്ട്ണർഷിപ്പ്, ഇതൊക്കെ കുറിക്കുന്നതാണ് അത്. അതേസമയം ഗുരു നിങ്ങളുടെ 10ാം സ്ഥാനത്ത്, ഉദ്യോഗസ്ഥാനമായ 10ാം സ്ഥാനത്തേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ചില തർക്കങ്ങൾ, ചില ചില പിണക്കങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിടത്ത് നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ ചില ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതേസമയം ഗുരുവിൻ്റെ ദൃഷ്ടി വളരെയധികം നല്ലതാണ്. 2, 6, 4 എന്നിവയിൽ നിങ്ങളുടെ ധനവരവ് നല്ലതായിരിക്കും. നിങ്ങളുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. രാഹു 6ലേക്ക് വരുന്നുണ്ട്. അതായത് ഋണുരോഗസ്ഥാനമാണ് 6 എന്ന് പറയുമ്പോൾ. അതായത് കടം, രോഗം എന്നിവയുടെ കുറിക്കുന്നതാണ് 6ാം സ്ഥാനം. ആ സമയത്ത് രാഹു വരികയാണെങ്കിൽ നിങ്ങളുടെ കടങ്ങൾ അടയാനോ, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ കടം എടുത്ത് നിങ്ങൾക്ക് വീട് പണിയുക, അല്ലെങ്കിൽ വാഹനം മേടിക്കുക തുടങ്ങിയ, അതായത് ലോൺ എടുത്ത് മേടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സാധ്യതയുണ്ട്. കേതു 12ലേക്ക് മറിഞ്ഞു പോവുകയാണ്. നിങ്ങളുടെ സ്വന്തം രാശിയിലായിരുന്നു കേതു, അതിപ്പോൾ 12ലേക്ക് മറിഞ്ഞു പോവുകയാണ്. അതും നല്ലതാണ്. ഒരേ ഒരു ഇത് നോക്കേണ്ടത് നിങ്ങളുടെ ശനി 7ാമത്തെ പൊസിഷനിൽ നിന്ന് മാത്രമാണ്. ശനി 4ലേക്ക് നോക്കുന്നതുകൊണ്ട് അവിടെയും കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി അത് നെഗറ്റീവാക്കി കളയും. അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ വീട് വയ്ക്കാനോ പുതിയ വാഹനം മേടിക്കാനോ ഒക്കെ ആലോചന ഉണ്ടെങ്കിൽ അത് ലോൺ എടുത്ത് ലോൺ നിങ്ങൾക്ക് വളരെ എളുപ്പം കിട്ടാവുന്നതാണ്. നിങ്ങളുടെ ഉദ്യോഗസ്ഥാനത്ത് നിങ്ങൾക്ക് ചെറിയ പ്രൊമോഷനോ, അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരുന്ന പദവി കുറച്ചുകൂടെ മെച്ചപ്പെടാനും കുറച്ച് റെസ്പെക്റ്റ് കിട്ടാനും, ആൾക്കാർ നിങ്ങളെ വന്ന് നിങ്ങളാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലത് എന്ന് പറഞ്ഞ് ബഹുമാനിക്കാനും നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കുറച്ച് സൂക്ഷിച്ച് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ തർക്കങ്ങൾ, ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് ഇരുന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ലതാണ്. ധനവരവുണ്ട്. ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കുറച്ച് ലോ എന്ന് പറയുന്നത് പോലെ കുറച്ച് പത്തി താഴ്ത്തി വെച്ച് മുന്നോട്ട് പോയാൽ വളരെയധികം നല്ലതായിരിക്കും 2025, 2026. ഈ ചാനൽ മൂലം നിങ്ങൾക്ക് നല്ല നല്ല ഭാവി ഫലങ്ങൾ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത്, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓൾ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തം ജാതകം വെച്ചിട്ട് ഫലങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ ചെന്ന് ജനന ജാതകത്തിലൂടെ നിങ്ങൾക്ക് കൃത്യമായ ഒരു മാർഗരേഖ നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നതാണ്. വളരെയധികം നന്ദി. നമസ്കാരം. തുലാം രാശി. തുലാം രാശിയിൽ 3 നക്ഷത്രങ്ങളാണുള്ളത്. ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി അല്ലെങ്കിൽ സ്വാതിയുടെ എല്ലാ പാദങ്ങളും 1, 2, 3, 4 എല്ലാ പാദങ്ങളും, പിന്നെ വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ. ഈ 3 നക്ഷത്രങ്ങളാണ് തുലാം രാശിയിലുള്ളത്. ഈ 2025, 2026 വർഷം തുലാം രാശിക്ക് വളരെയധികം അനുകൂലമാണ്. നിങ്ങളുടെ സമയം വളരെ നല്ലതാണ് ഈ പീരീഡിൽ. എന്താണ് കാരണം? ശനി നിങ്ങളുടെ 6ാം ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ശനി കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് സ്ഥാനമാറ്റം 29 മാർച്ചിന് സംഭവിച്ചു നമ്മൾ കണ്ടു മുമ്പേ. അത് നിങ്ങളുടെ 6ാം ഭാവത്തിൽ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ രാശി എന്ന് പറയുന്നത് തുലാം രാശിയിലാണ് ശനി ഉച്ചനാകുന്നത്. അതേപോലെ തന്നെ തുലാം രാശിയുടെ 4ഉം 5ഉം ഭാവങ്ങളിലാണ് ശനിയുടെ വീടുകളുള്ളത്. ആ ഭാവങ്ങൾ കേന്ദ്രസ്ഥാനവും നിങ്ങളുടെ ത്രികോണ സ്ഥാനങ്ങളുമായി വരികയാണ്. ആ സ്ഥാനങ്ങൾ വരുമ്പോൾ ശനി നിങ്ങൾക്ക് വളരെയധികം നല്ല ഒരു പൊസിഷനാണ് നിങ്ങൾക്ക് ഈ സമയത്ത് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടും. നിങ്ങളുടെ കടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീരാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്.
അധികമാണ്. എന്തെങ്കിലും കേസുകൾ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ വളരെയധികം പെട്ടെന്ന് തീർന്നു കിട്ടും. ഇതൊക്കെ വളരെ വളരെ നല്ല ഒരു സൂചനയായിട്ടാണ് കാണുന്നത്. ഇതേ സമയം തന്നെ ഗുരു നിങ്ങളുടെ 9ാം ഭാവത്തിലേക്ക് വരികയാണ്. ഗുരു നമ്മൾ കണ്ടു ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറുകയാണ് എന്നാണ് മെയ് 15-ാം തീയതി. അത് 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ്, ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യസ്ഥാനത്തിലേക്ക് ഗുരു വരുന്നത് വളരെയധികം നന്മയുമാണ്. ഈ ഗുരുവിന്റെ ദൃഷ്ടി നിങ്ങളുടെ സ്വന്തം രാശിയിൽ വീഴുകയാണ്. സ്വന്തം രാശിയിലും നിങ്ങളുടെ 5ാം രാശിയിലും, 5 എന്ന് പറയുമ്പോൾ പൂർവ്വ പുണ്യ സ്ഥാനങ്ങളും മക്കളെ കുറിക്കുന്നതൊക്കെയാണ് 5ാം രാശി. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുരുവിന്റെ ദൃഷ്ടി ലഭിക്കുന്നതിനാൽ നിങ്ങളുടെ പണം, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ തൊഴിലിടം, നിങ്ങളുടെ ആരോഗ്യം, അതേപോലെ തന്നെ നിങ്ങളുടെ പിതൃക്കളുടെ അനുഗ്രഹം, നിങ്ങളുടെ കുടുംബത്തിലുള്ള സന്തോഷം, ഇതൊക്കെ വളരെയധികം നല്ലതാവും. രാഹുവും കേതുവും അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായി വരികയാണ്. രാഹു 5ലേക്കും, ഞാൻ പറഞ്ഞു പൂർവ്വ പുണ്യസ്ഥാനമാണ് 5 എന്നുള്ളത്, 5ലേക്ക് വരികയാണ് രാഹു. നിങ്ങളുടെ എല്ലാ അനുകൂലമായ സാധ്യതകളും നിങ്ങൾക്ക് തുറന്നു കിട്ടും. അതേപോലെ തന്നെ കേതു 11ലേക്ക് വരികയാണ്. 11 എന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനമാണ്. ലാഭസ്ഥാനത്തിൽ ഒരു ദുഷ്ടഗ്രഹം ഇരുന്നു കഴിഞ്ഞാൽ വളരെ നന്മകൾ കൊണ്ടുവരും. കേതു അവിടെ വരുന്നത് കാരണം നിങ്ങളുടെ ലാഭങ്ങൾ അധികരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നതാണ്. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പീരീഡ് ബെസ്റ്റ് പീരീഡ് ആണെന്ന് പറയാം. തുലാം രാശിക്കാർ ഈ സമയം നിങ്ങൾ ഇത് വളരെയധികം ക്യാപിറ്റലൈസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വരും വർഷങ്ങൾ നിങ്ങൾക്ക് രാജാവിനെ പോലെ ആകും എന്നാണ് കാണുന്നത്. തുലാം രാശിക്കാർ ഈ പീരീഡ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ വളരെയധികം സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വളരെയധികം താഴ്മയെ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തി ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇട്ടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാലേ ഇത് കൂടുതൽ ആൾക്കാരിലും എത്തുകയുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ജനന സമയവും തീയതിയും ജനന സ്ഥലവും തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകം നോക്കിയിട്ട് കൃത്യമായ ഫലങ്ങൾ ഒരു മാർഗരേഖയായി നിങ്ങൾക്ക് തരാൻ എനിക്ക് സാധിക്കുന്നതാണ്. എന്നെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെയും വളരെയധികം നന്ദി, നമസ്കാരം. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിലുള്ള 3 നക്ഷത്രങ്ങൾ വിശാഖം 4-ാം പാദം, അനിഴം എല്ലാ പാദങ്ങളും, തൃക്കേട്ട എല്ലാ പാദങ്ങളും. 2025-2026 കാലഘട്ടം എന്ന് പറയുന്നത് വൃശ്ചിക രാശിക്ക് ഒരു 40% അനുകൂലവും ഒരു 60% പ്രതികൂലവുമാണ്. ശനി നിങ്ങളുടെ 4-ാം ഭാവം, അതായത് അർദ്ധാഷ്ടമ ഭാവത്തിൽ നിന്ന് 5-ാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 2-2.5 വർഷക്കാലം നിങ്ങളിൽ പലർക്കും ആരോഗ്യപരമായി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഹോസ്പിറ്റലൈസ് ആവുക, അല്ലെങ്കിൽ ബോൺസുമായിട്ട്, എല്ലുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, നിങ്ങൾക്ക് ലിവറുമായിട്ട് പ്രശ്നങ്ങൾ വരിക, ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ച് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ വൃശ്ചിക രാശി എന്ന് പറയുന്നത് കാലപുരുഷന്റെ 8ാമത്തെ ഭാവമായതുകൊണ്ട്, ശനി എന്ന് പറയുന്നത് 8ാമത്തെ നമ്പറെ കുറിക്കുന്നതുകൊണ്ട് വളരെയധികം പ്രശ്നങ്ങളില്ലാതെ കണ്ണിന് വന്നത് പുരികത്തിൽ കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ എല്ലാം നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് വന്നു കാണും. ഈ സമയം ആണ് ശനി ഇപ്പൊ 5-ാം ഭാവത്തിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യം വളരെയധികം മെച്ചപ്പെടാനുള്ള സാധ്യത കാണുന്നു. നിങ്ങളുടെ ഉദ്യോഗത്തിൽ നിങ്ങൾ ചില പ്രശ്നങ്ങൾ നേരിട്ട് കാണാൻ സാധ്യതയുണ്ട്. അതും ഇപ്പോൾ മാറുന്നതാണ്. പക്ഷേ ഈ സമയത്ത് ഗുരു അല്ലെങ്കിൽ വ്യാഴം നിങ്ങളുടെ 8ാം ഭാവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. എന്താണ് 8ാം ഭാവം? 8ാം ഭാവം എന്ന് പറയുന്നത് ആയുസ്സിനെ കുറിക്കുന്നതാണ്. അപ്പോൾ ഗുരു അവിടെ വന്നതിനാൽ നിങ്ങളുടെ ആയുസ്സിന് നല്ല അനുകൂലമാണ്. അതേസമയം ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ 12ാം ഭാവത്തിലും 4-ാം ഭാവത്തിലും 2-ാം ഭാവത്തിലുമാണ്. 12ാം ഭാവത്തിലാണ് മെയിനായിട്ട് ദൃഷ്ടി വരുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? നിങ്ങളുടെ ചെലവുകൾ വർദ്ധിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്.
ശനിയുടെ ദൃഷ്ടി 2-ാം ഭാവത്തിലായതിനാൽ നിങ്ങളുടെ വരവും ചെലവും ഒരുപോലെ ഇരിക്കും. അതായത് സേവ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ കാലഘട്ടത്തിൽ. അതേസമയം നിങ്ങളുടെ വീട് മോടി പിടിപ്പിക്കുക, വാഹനം മാറ്റി വാങ്ങിക്കുക, ഇതൊക്കെ സാധ്യതയുണ്ട്. രാഹു 4-ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗുരുവിന്റെ ദൃഷ്ടിയും 4-ാം ഭാവത്തിൽ വീഴുന്നതിനാൽ ഇത് കുറച്ച് നല്ല അനുകൂല സമയമാണ്. നിങ്ങളുടെ അമ്മയുടെ മാതാവിന്റെ ആരോഗ്യം കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. രാഹു 4-ാം ഭാവത്തിൽ വന്നതിനാൽ. കേതു നിങ്ങളുടെ 10-ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. അത് നിങ്ങളുടെ ഉദ്യോഗ സ്ഥലത്ത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് നീങ്ങണം എന്നാണ് കാണിക്കുന്നത്. ആധ്യാത്മികപരമായി നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ഇത്. നിങ്ങൾക്ക് ഈ 60% പ്രതികൂലമാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗുരു കുറച്ച് മറഞ്ഞ ദിശയിലായതുകൊണ്ടും നിങ്ങളുടെ വരുമാനം കുറച്ച് അഫക്റ്റായി നിങ്ങളുടെ ചെലവുകൾ കൂടുന്നത് കൊണ്ടുമാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഇങ്ങനെ വരുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഉദ്യോഗ സ്ഥലത്തായാലും നിങ്ങളുടെ ചെലവുകൾ നല്ല ചെലവുകളാക്കി മാറ്റുക, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടത്തുക എന്നിവ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സമയം സുഗമമായിട്ട് മുന്നോട്ട് തള്ളി നീക്കാവുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ ശക്തി. ഇനിയും പലതരം വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഏറ്റവും അധികം ആവശ്യമുണ്ട്. ഈ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടാൻ പോകുന്ന എല്ലാ വീഡിയോകളും നിങ്ങളെ വന്ന് ചേരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ജനന സമയവും തീയതിയും സ്ഥലവും അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതക രീതിയാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്നെ കൺസൾട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് കൃത്യമായ ഒരു മാർഗരേഖ നിങ്ങളുടെ ജനന ജാതകം വെച്ച് നിങ്ങൾക്ക് ഞാൻ തരാൻ ശ്രമിക്കുന്നതാണ്. വളരെയധികം നന്ദി, നമസ്കാരം. ധനുരാശി. ധനുരാശിയിലുള്ള 3 നക്ഷത്രങ്ങൾ: മൂലം എല്ലാ പാദങ്ങളും, പൂരാടം എല്ലാ പാദങ്ങളും, ഉത്രാടം 1-ാം പാദം അല്ലെങ്കിൽ ആദ്യത്തെ പാദം. 2025-2026 എന്ന കാലഘട്ടം ധനുരാശിക്ക് കുറച്ചധികം പരീക്ഷണ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്ക്, അതായത് അർദ്ധാഷ്ടമ ഭാവം എന്നാ പറയുക, ആ ഭാവത്തിലേക്ക് ശനി വന്നു കഴിഞ്ഞു 29-ാം തീയതി മാർച്ച്. ഈ കാലഘട്ടത്തിലുള്ള എന്താ പ്രശ്നങ്ങൾ വരാൻ സാധിക്കുക? നിങ്ങളുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക. ആരോഗ്യം, നിങ്ങളുടെ മുട്ട്, ബോൺസ്, ഇതുപോലെ ലിവർ, ഇതുപോലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഉദ്യോഗ സ്ഥലത്ത് ശനിയുടെ ദൃഷ്ടി 10-ാം ഭാവത്തിൽ വീഴുന്നതിനാൽ നിങ്ങളുടെ ഉദ്യോഗ സ്ഥലത്ത് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ഒരു സ്ത്രീ മൂലം പുരുഷനോ അല്ലെങ്കിൽ പുരുഷൻ മൂലം സ്ത്രീക്കോ, അതായത് ഉദ്യോഗ സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടുന്ന സ്ഥലത്തോ അത് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ശനി എന്ന് പറയുന്ന ഗ്രഹം കർമ്മകാരകനാണ്. നിങ്ങളുടെ കർമ്മങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് കൊണ്ടുവരികയും നിങ്ങളുടെ കർമ്മങ്ങൾ തെറ്റായ ദിശയിലാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ദോഷങ്ങൾ തരുന്നതുമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സമയം വളരെയധികം സൂക്ഷിച്ച് നല്ല കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നത്. അതേസമയം നിങ്ങൾക്ക് ഒരു നല്ല വെളിച്ചം എന്ന് പറയുന്നത് ഗുരുവാണ്. ഗുരുവിൻ്റെ രാശിയാണല്ലോ ധനു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗുരു നിങ്ങളുടെ രാശിയെ തന്നെ നോക്കുന്നുണ്ട്. 1-ാം രാശി, അതായത് നിങ്ങളുടെ ധനുരാശിയിൽ തന്നെ ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചധികം പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഗുരു അതുപോലെ ലാഭസ്ഥാനം നോക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പണവരവും കുറച്ച് ലക്കും കുറച്ച് നല്ല സ്ഥിതിയിൽ തന്നെയാണ്. അതേസമയം രാഹു നിങ്ങളുടെ 3-ാം ഭാഗത്ത് മറഞ്ഞു പോവുകയും കേതു 9-ാം സ്ഥാനമായ ഭാഗ്യസ്ഥാനമായ 9-ാം സ്ഥാനത്തേക്ക് വരുന്നതിനാൽ കുറച്ച് ഭാഗ്യം കുറച്ച് കുറഞ്ഞിരിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ധനുരാശിക്ക് ഈ സമയം പരീക്ഷണ കാലഘട്ടമാണ്. ആരോഗ്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉദ്യോഗസ്ഥല തർക്കങ്ങൾ ഒഴിവാക്കി വളരെയധികം ശാന്തനായി നിങ്ങളുടെ വേഗത കുറച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് നിങ്ങൾ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്.
ഈ ചാനൽ നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായി ജ്യോതിഷ രീതിയിൽ ഫലങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. അതിനാൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് മാക്സിമം ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് അമർത്തിയിട്ട് ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടാൻ പോകുന്ന വീഡിയോകളെല്ലാം നിങ്ങളെ വന്ന് ചേരുന്നതാണ്. ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ കമൻസ് ഇടാൻ ശ്രമിക്കുക. ഇതെനിക്ക് വളരെയധികം ആവശ്യമാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ജ്യോതിഷ രീതിയാൽ കൺസൾട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ ജനന സമയം, തീയതി, അതേപോലെ തന്നെ ജനന സ്ഥലം എന്നിവ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ മാർഗരേഖ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. വളരെയധികം നന്ദി. നമസ്കാരം. മകരം രാശി. മകരം രാശിയിൽ 3 നക്ഷത്രങ്ങളാണുള്ളത്. ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം എല്ലാ 4 പാദങ്ങളും മകരം രാശിയിൽ തന്നെയാണ്. അവിട്ടം 1, 2 പാദങ്ങൾ. 2025, 2026 കാലഘട്ടം മകരം രാശിക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ടൈമാണ്. വളരെയധികം നല്ല സമയം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. മകരം രാശി ശനിയുടെ രാശി തന്നെയാണ്. രാശിനാഥൻ ശനി തന്നെയാകുമ്പോൾ ശനിയുടെ എഫക്റ്റ് നിങ്ങൾക്ക് കുറഞ്ഞിരിക്കും. ശനി നിങ്ങൾക്ക് 2ന്റെ 2ാം അധിപതിയും 3ാം അധിപതിയും തന്നെയാണ്. അത് കാരണം നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. എന്നിരുന്നാലും കഴിഞ്ഞ ഒരു 7.5 വർഷം നിങ്ങൾക്ക് 7.5 ശനി നടന്നിരുന്നതിനാൽ കുറച്ചധികം കഷ്ടതകൾ നിങ്ങൾ സഹിച്ചിരുന്നതാണ്. ഉദ്യോഗത്തിലായാലും കുടുംബത്തിലായാലും ആരോഗ്യത്തിലായാലും കുറച്ചധികം കഷ്ടതകൾ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്നാൽ ശനി ഈ മാർച്ച് 29-ാം തീയതി നിങ്ങളുടെ 3ാമത്തെ ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ 3ാമത്തെ ഭാവത്തിലേക്ക് മാറുന്നതിനാൽ എന്താണ് നല്ലത് വരുന്നത്? ശനി ഏറ്റവും നല്ല പവർഫുൾ ആയിരിക്കുന്നത് 3, 6, 8 എന്നീ ഭാവങ്ങളിലാണ്. ആ ഭാവത്തിലേക്ക് വരുമ്പോൾ ശനി നിങ്ങൾക്ക് വളരെയധികം നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഏതൊക്കെ കാര്യങ്ങളായിരിക്കും ശനി മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്? നിങ്ങളുടെ ഉദ്യോഗത്തിൽ, പ്രഥമമായി നിങ്ങളുടെ ഉദ്യോഗത്തിൽ വളരെയധികം നല്ലൊരു മാറ്റം ഇപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ ഇതുവരെ ചില കഷ്ടതകൾ നിങ്ങൾക്ക് തന്നിരിക്കാം. വളരെയധികം പ്രൊമോഷനൊക്കെ കിട്ടാതെ, ഇൻക്രിമെന്റ് കിട്ടാതെ ഇതൊക്കെ വന്നിരുന്നിരിക്കാം. ഈ സമയം നിങ്ങൾക്ക് അതൊക്കെ മുറിച്ച് മുന്നോട്ട് പോയിട്ട് ഉദ്യോഗത്തിൽ മുന്നോട്ട് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഈ മെയ് 15-ാം തീയതി ഗുരു നിങ്ങളുടെ 6ാമത്തെ ഭാവത്തിലേക്ക് വരുന്നുണ്ട്. 6ാം ഭാവം എന്ന് പറഞ്ഞാൽ ഋണുരോഗ സ്ഥാനമാണ്. അതായത് നിങ്ങളുടെ വളരെയധികം കടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യം മെച്ചപ്പെടും. അതുപോലെ തന്നെ ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ നോക്കുകയാണെങ്കിൽ 10ാം ഭാവത്തിലും 2ാം ഭാവത്തിലും 12ാം ഭാവത്തിലും വീഴുകയാണ്. അപ്പോൾ 10ാം ഭാവം എന്ന് പറഞ്ഞാൽ പിന്നെയും ഉദ്യോഗമാണ്. അപ്പോൾ ശനി നിങ്ങളുടെ ഉദ്യോഗം നല്ല രീതിയിൽ കൊണ്ടുവരുമ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടിയും അങ്ങോട്ട് വീഴുന്നതിനാൽ നിങ്ങൾക്ക് വളരെയധികം നല്ല മാറ്റങ്ങൾ തന്നെയാണ് വരുന്നത്. മെയ് 19-ാം തീയതി രാഹു കേതുവിൻ്റെ മാറ്റവും, രാഹു 2ാം ഭാവത്തിലേക്ക് വരികയാണ്. നിങ്ങളുടെ ധനവാക്ക് സ്ഥാനമാണ് 2ാം ഭാവം. ആ 2ാം ഭാവത്തിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ വരുന്നതിനാൽ പണം, അതായത് വരുമാനം കൂടാനുള്ള സാധ്യത വളരെയധികം നല്ലതാണ്. നിങ്ങളുടെ ഉദ്യോഗത്തിൽ കൂടെ വരുമാനം കൂടുതലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃ സ്വത്തുക്കൾ നിങ്ങൾക്ക് വന്നു ചേരാം. ശനി 5ാം ഭാവത്തിലേക്ക് നിങ്ങളുടെ ദൃഷ്ടി വരികയാണ്. നിങ്ങളുടെ 5ാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി വരികയാണ്. അതുകൊണ്ട് പിതൃക്കളുടെ സ്വത്ത് നിങ്ങൾക്ക് വന്നു ചേരാം. ഇതൊക്കെ കൊണ്ട് നിങ്ങളുടെ വരുമാനം കൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കേതു 8ാമത്തെ ഭാവത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ ആധ്യാത്മിക കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് ശ്രദ്ധ കൂടുതൽ ചെലുത്തേണ്ടതാണ്. ആയുർ സ്ഥാനത്തേക്കാണ് കേതു വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് അധികം ആധ്യാത്മ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട സാധ്യത കാണുന്നു. നിങ്ങൾ ഇപ്പോൾ വിദേശത്തേക്ക് പോകാൻ പഠിക്കുന്നതിനായാലും ഉദ്യോഗത്തിനായാലും വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് വളരെയധികം നല്ല സമയമാണ്. നിങ്ങളുടെ രാശിനാഥനായ ശനി നിങ്ങളുടെ 12ാം ഭാവത്തിലേക്ക് ദൃഷ്ടി പായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗുരുവിൻ്റെ ദൃഷ്ടിയും അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ വിദേശത്ത് പോകാനാണെങ്കിലും എന്തെങ്കിലും സ്ഥാനമാറ്റം അങ്ങോട്ട് വരുന്നതാണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം ശ്രമിക്കാവുന്നതാണ്. പറഞ്ഞതുപോലെ മകരം രാശി ഈ വർഷം നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. ഈ വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉന്നത
പൊസിഷനിൽ ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് വളരെയധികം നല്ലതായി ഭവിക്കുന്നതാണ്. ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വളരെയധികം നല്ലൊരു കാലഘട്ടമായി മാറാൻ ഉള്ള സാധ്യത വളരെയധികം നന്നായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് വളരെയധികം സമയം ഞാൻ റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് അമർത്തിയിട്ട് ഓൾ എന്ന് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടാൻ പോകുന്ന വീഡിയോകളെല്ലാം നിങ്ങളെ വന്നു ചേരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റിപ്ലൈകൾ ഞാൻ ഉടനടി തരുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം അനുസരിച്ച് ഫലങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ജനന തീയതി, സമയം, സ്ഥലം എന്നിവ വെച്ചിട്ട് കൃത്യമായ ജാതകം നോക്കി വളരെയധികം ശാസ്ത്രീയമായി നിങ്ങൾക്ക് ഫലം പറഞ്ഞു തന്ന് കൃത്യമായ ഒരു മാർഗരേഖ, ഒരു വിജയമന്ത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതാണ്. വളരെയധികം നന്ദി. നമസ്കാരം. കുംഭം രാശി. കുംഭം രാശിയിലുള്ള 3 നക്ഷത്രങ്ങൾ: അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം എല്ലാ 4 പാദങ്ങളും, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ. 2025, 2026 എന്ന കാലഘട്ടം നിങ്ങൾക്ക് ഏഴര ശനിയുടെ 3ാമത്തെ ഭാഗം ആരംഭിച്ചിരിക്കുകയാണ്. അവസാനത്തെ 2.5 വർഷമാണ്. അതായത് ശനി നിങ്ങളുടെ 2ാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതുവരെ ജന്മശനിയായിരുന്നു. കുംഭം രാശിയുടെ രാശിനാഥനാണ് ശനി. എന്നിരുന്നാലും കഴിഞ്ഞ ഒരു 5 വർഷം നിങ്ങൾക്ക് കുറച്ചധികം കഷ്ടതകൾ വന്നിരിക്കാം. എന്തിലാണ് കഷ്ടതകൾ വന്നിരിക്കാൻ സാധ്യതകൾ കൂടുതൽ? നിങ്ങളുടെ ആരോഗ്യത്തിൽ വളരെയധികം കഷ്ടതകൾ നിങ്ങൾക്ക് വന്നിരിക്കാം. കഴിഞ്ഞ ഒരു 2.5 വർഷത്തിൽ മാക്സിമം. അത് ഇപ്പോൾ നിങ്ങൾക്ക് മാറി 2ാം ഭാവത്തിലേക്ക് ശനി വരികയാണ്. അതുകൊണ്ട് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ തലയിൽ ഒരു 10 കിലോ ഭാരമുണ്ടെങ്കിൽ അത് 5 കിലോ ആയി കുറഞ്ഞാൽ നിങ്ങൾക്ക് അത് നല്ലതാണോ അതോ മോശമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ മാത്രമാണ് ശനിയുടെ ഈ മാറ്റം നിങ്ങൾക്ക് പ്രയോജനമായി മാറുന്നത്. അതേസമയം നിങ്ങളുടെ വരുമാനം കൂടാനുള്ള സാധ്യതയുണ്ട്. അത് പെട്ടെന്ന് മാറുമോ? ഇല്ല. നിങ്ങളുടെ ഏതെങ്കിലും ഒരു പഴയ സ്ഥാവര ജംഗമ വസ്തുക്കൾ നിങ്ങൾ വിറ്റ് അതുപോലെ ഉള്ള വരുമാനം കൂടാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. അത് ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 4ാം ഭാവത്തിൽ വീഴുന്നതും നിങ്ങളുടെ ഗുരുവിന്റെ ദൃഷ്ടി 9, 11 വീഴുന്നത് അത് നിങ്ങളുടെ വരുമാനം കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ എന്തെങ്കിലുമുള്ള ഒരു പഴയ വീടോ അല്ലെങ്കിൽ പഴയ പറമ്പോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ പട്ടണത്തിന്റെ ഏറ്റവും ഹൃദയഭാഗത്തായിരിക്കാം. പക്ഷേ അതൊരു പഴയ വീടായിരിക്കാം. അപ്പൊ ആ സ്ഥലം വിറ്റ് നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് മേടിക്കുകയോ അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ മേടിക്കുകയോ ഇതിനൊക്കെയുള്ള സാധ്യതകൾ വളരെയധികം കാണുന്നുണ്ട്. ഗുരു നിങ്ങളുടെ 5ാം ഭാവത്തിൽ വരുന്നത് നിങ്ങൾക്ക് കുറച്ച് നല്ലതാണ്. ഗുരു 5ാം ഭാവം എന്ന് പറഞ്ഞാൽ പൂർവ്വ പുണ്യ ഭാവമാണ്. കുട്ടികളുടെ സ്ഥാനം കാണിക്കുന്ന ഭാവമാണ് 5ാം ഭാവം. അതിൽ ഗുരു എന്ന ഒരു നല്ല ഗ്രഹം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിതൃ സ്വത്തുക്കൾ വരാനുള്ള സാധ്യതകൾ കാണുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ പുണ്യങ്ങൾ വർദ്ധിച്ച് നിങ്ങൾക്ക് എല്ലാ പുണ്യങ്ങളും വരാനുള്ള സാധ്യതകൾ കാണുന്നു. കുട്ടികൾ മൂല്യമുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നു. ഇതൊക്കെ നല്ലതാണ്. രാഹു നിങ്ങളുടെ ജന്മത്തിലേക്ക് മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മെയ് 19 മാറുകയാണ്. അത് നിങ്ങൾക്ക് കുറച്ച് മനസ്സ് രീതിയായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ കേതു 7 മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് വീട്ടിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള തർക്കങ്ങൾ കുറച്ച് കൂടാനുള്ള സാധ്യതകളുണ്ട്. അത് മാത്രം നോക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ എന്തെങ്കിലും ആയിട്ട് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പായിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അവിടെയും പാർട്ട്ണറുടെ കാര്യം നിങ്ങൾ നന്നായിട്ട് നോക്കി മുന്നോട്ട് പോവുക. അപ്പോൾ കുംഭം രാശിക്ക് ഈ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മെച്ചപ്പെട്ട ഒരു സമയമാണ്. വരുമാനം കൂടാനുള്ള സാധ്യതകൾ കാണുന്നു. സ്വന്തം ഗൃഹത്തിലും അതേപോലെ തന്നെ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾ കുറച്ച് സൂക്ഷിച്ചിരിക്കുക എന്നത് നിങ്ങൾ നോക്കേണ്ടതാണ്. ആരോഗ്യം കുറച്ചുകൂടെ നന്നായിട്ട് നോക്കേണ്ട സാധ്യതയുണ്ട്. നിങ്ങളുടെ ഹൃദയം, അതേപോലെ തന്നെ വയറിന്റെ ഭാഗങ്ങൾ, ലിവർ, ബോൺസ്, ഇതൊക്കെ നിങ്ങൾ ഒരു ആനുവൽ ചെക്കപ്പ് എടുത്ത് നോക്കിയിട്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് വളരെയധികം നന്നായിരിക്കും. അടുത്ത വർഷം നിങ്ങൾക്ക് ഗുരു 6ലേക്ക് മാറുമ്പോൾ
നിങ്ങൾക്ക് ആരോഗ്യം മെച്ചപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു വർഷം നിങ്ങൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കാനുള്ള മാർഗരേഖയാണ് ഇപ്പോൾ തരാനുള്ളത്. ഈ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ എനിക്ക് ഒരുപാട് റിസർച്ചും അതുപോലെയുള്ള ഒരുപാട് സമയവും ഇതിനായി ചെലവഴിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ വന്ന് ചേരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും കഴിവിട്ടതും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കുംഭം രാശിയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ജാതക രീതിയിലുള്ള എല്ലാ കൺസൾട്ടേഷനും ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. വളരെയധികം നന്ദി, നമസ്കാരം. മീനം രാശി. മീനം രാശിയിൽ പൂരൂരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി എല്ലാ പാദങ്ങളും, രേവതി എല്ലാ പാദങ്ങളും എന്നീ 3 നക്ഷത്രങ്ങളാണ് ഉള്ളത്. 2025-2026 എന്ന പീരീഡിനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിച്ചിരിക്കേണ്ട കാലഘട്ടമാണ്. 2023 മുതൽ തന്നെ നിങ്ങളുടെ 7ര ശനി ആരംഭിച്ചു കഴിഞ്ഞു. ശനി ഇപ്പോൾ മാർച്ച് 29-ാം തീയതി നിങ്ങളുടെ രാശിയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്, മീനം രാശിയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഇത് ജന്മശനി എന്നാണ് പറയുക. ശനിയുടെ രാശികൾ നോക്കി അല്ലെങ്കിൽ ശനിയുടെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ 2 പൊസിഷനുകളാണ് മാക്സിമം അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ തരാൻ പോകുന്നത് എന്ന് പറയാം. അത് 8ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ, അഷ്ടമ ശനിയായി നിൽക്കുമ്പോഴും 1ാം ഭാവത്തിൽ തന്നെ നിൽക്കുമ്പോഴും, അതായത് ജന്മശനിയായി നിൽക്കുമ്പോഴുമാണ്. എന്തൊക്കെയാണ് അവിടെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ? ഒന്ന്, നിങ്ങളുടെ ഉദ്യോഗത്തിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ആ മാറ്റങ്ങൾ നല്ലതിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ദീർഘദൂരത്തിൽ അല്ലെങ്കിൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് നല്ലതായി ഭവിക്കുമെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ കാലയളവിൽ അത് നല്ലതായിരിക്കാനുള്ള സാധ്യത കുറവാണ്. ശനി പിന്നെ 3ാം ഭാവത്തിൽ നോക്കുന്നതിനാൽ നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പവർ കുറച്ച് കുറഞ്ഞതായി കാണാം. ഇത് ഉദ്യോഗത്തിലായാലും നിങ്ങളുടെ വീട്ടിലായാലും ഇത് കുറച്ച് കുറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരായാലും അതേപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരായാലും നിങ്ങളുടെ ഗുരുക്കന്മാരായാലും മാതാപിതാക്കളായാലും അവരുടെ വാക്കുകൾ കേട്ട് അവരുടെ ഉപദേശം കേട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ശനിയുടെ ദൃഷ്ടി 7ാം ഭാവത്തിൽ വീഴുകയാണ്. 7ാം ഭാവം എന്ന് പറഞ്ഞാൽ കളത്ര സ്ഥാനമാണ്. കളത്രം എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ്. നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത പങ്കാളിയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലുള്ള പങ്കാളികളാവാം. ആ സമയം അവർ മൂല്യമായുള്ള പ്രശ്നങ്ങൾ, അത് നിങ്ങളുടെ ജീവിത പങ്കാളി ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള വഴക്കുകൾ, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിനുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ശനി മൊത്തത്തിൽ നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടം കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ നിങ്ങളത് പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇതൊരു ചലഞ്ചിങ് ആയ കാലഘട്ടമാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഓക്കെ, നമുക്കിവിടെ ഒരു വെള്ളപ്പൊക്കം വരികയാണ്. അപ്പോൾ വെള്ളപ്പൊക്കത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക? അത് നിങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക. നിങ്ങളുടെ തൊഴിലിടത്തിൽ കുറച്ച് ആൾക്കാരുമായിട്ട് തർക്കങ്ങൾ അവോയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചാടി കമ്മിറ്റ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ വീട്ടിൽ കുറച്ച് ശാന്തത പരിപാലിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം നല്ലതായിരിക്കും. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നത് ഗുരു 4ാം ഭാവത്തിലേക്ക് വരികയാണ്. നിങ്ങളുടെ രാശിനാഥനാണ് ഗുരു. ഗുരുവിന്റെ ദൃഷ്ടി നിങ്ങൾക്ക് 8ലും 12ലും 10ലുമായിട്ടാണ് വീഴുന്നത്. അപ്പോൾ 10ൽ വീഴുന്ന ദൃഷ്ടി കുറച്ച് നിങ്ങൾക്ക് ശനിയുടെ ദൃഷ്ടിയെ ന്യൂട്രലൈസ് ചെയ്യണം. അതായത് കുറച്ച് അത് പോസിറ്റീവ് ഫലങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ്. അതേസമയം 12ാം ഭാവത്തിലുള്ള ഗുരുവിന്റെ ദൃഷ്ടി രാഹുവും 12ാം ഭാവത്തിലേക്ക് വരികയാണ്. അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ച് ചെലവുകൾ കൊണ്ടുവരാം. അതുപോലെ കുറച്ച് അലച്ചിൽ, യാത്ര മൂല്യമുള്ള അലച്ചിൽ, ഇതൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. കേതു 6ാം ഭാവത്തിലേക്ക് വരികയാണ്. അത് നല്ലതാണ്. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടാം. അതേപോലെ തന്നെ
കേതു അവിടെ വന്നു കഴിഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന സ്ഥാനമാണ്. അതുകൊണ്ട് കേതുവിന്റെ ഫലങ്ങൾ അധികം വരാതിരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2-2.5 വർഷം, അല്ലെങ്കിൽ മാക്സിമം ഈ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ഗുരു 5ാം ഭാവത്തിലേക്ക് പോവുകയും രാഹു 11ലും കേതു 7ലേക്കും വരുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ്. പക്ഷേ മൊത്തത്തിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കേണ്ട കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം നിങ്ങൾ മീനം രാശിക്കാർക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാനായിട്ട് വളരെയധികം സമയവും റിസർച്ചും എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും അധികം ആവശ്യം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ട് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങളെ തേടി വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉടനടി റിപ്ലൈ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ജാതകം നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ജനന തീയതി, സമയം, സ്ഥലം എന്നിവ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകം മൂലമായിട്ട് നിങ്ങൾക്ക് കൃത്യമായ ഒരു മാർഗരേഖ, ഒരു വിജയമന്ത്രം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. വളരെയധികം നന്ദി. നമസ്കാരം.